ഹലോ സ്റ്റുഡൻസ്, അപ്പോൾ ഞാൻ 2 ക്വസ്റ്റ്യന് നിങ്ങൾക്ക് ഫോർവേഡ് ചെയ്ത് തന്നിരുന്നു. അതിൻ്റെ ആൻസർ ഒന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്യുകയാണ്. ഇല്ലസ്ട്രേഷൻ 9 ആണ്. കാൽക്കുലേറ്റ് കറണ്ട് അസറ്റ് ഓഫ് ദി കമ്പനി ഫ്രം ദി ഫോളോയിങ് ഇൻഫർമേഷൻ. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ നമുക്ക് തന്നിട്ടുണ്ട് 5 ടൈംസ് ആണ്. സെയിൽസ് ഓൾ ക്രെഡിറ്റ് 2 lakh ആണ്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ, കറണ്ട് ലയബിലിറ്റി, ക്വിക്ക് റേഷ്യോ, ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമ്മളോട് പിന്നെ പറയുന്നത് സ്റ്റോക്ക് അറ്റ് എൻഡ് ഈസ് ₹5,000 മോർ ദാൻ സ്റ്റോക്ക് ഇൻ ദി ബിഗിനിങ്ങിന് ഓപ്പണിംഗ് സ്റ്റോക്കിനെ കഴിഞ്ഞും 5,000 രൂപ കൂടുതലാണ് ക്ലോസിംഗ് സ്റ്റോക്ക് എന്നുള്ള ഒരു ഇൻഫർമേഷൻ തരുന്നുണ്ട്. നമ്മളോട് കറണ്ട് അസറ്റ് ഓഫ് ദി കമ്പനിയാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വെച്ചിട്ടൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കാം. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ ഇസ്റ്റിക്കുകളിൽ ഏതാണ് ഇക്വേഷൻ? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് സെയിൽസ് മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് 2 lakh ആണ്, നമ്മൾ ക്വസ്റ്റ്യനിൽ കണ്ടു. മൈനസ് ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 20% ആണ്, അതായത് സെയിൽസിൻ്റെ 20% ആണ്. ദാറ്റ് മീൻസ് 20% എന്ന് പറയുമ്പോൾ എത്ര വരും? 40,000 വരും. അത് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ 1,60,000 കിട്ടും. നമ്മുടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,60,000 കിട്ടും. അപ്പോൾ നമ്മൾ ഈ ഇക്വേഷനെ പുട്ട് ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എത്രയാണ്? 5 ടൈംസ് ആണ്. നമ്മുടെ ക്വസ്റ്റ്യനിലുണ്ട്. ക്വസ്റ്റ്യനോട് നോക്കിയാൽ നമുക്ക് കാണാം 5 ടൈംസ് ആണ്. അപ്പോൾ ആ 5 ഈസ് ഈക്വൽ ടു ഇക്വേഷൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് 1,60,000 ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക്. അപ്പോൾ ഇനി നമുക്ക് എന്ത് വേണം? ആവറേജ് സ്റ്റോക്ക് വേണം. ഇതിൽ നിന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് സ്റ്റോക്ക് കിട്ടും. ആവറേജ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു 1,60,000 ഡിവൈഡഡ് ബൈ 5. അപ്പോൾ നമുക്ക് 32,000 കിട്ടിയിട്ടുണ്ട്. നോക്ക്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്. നമുക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞത് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്കിനി വേണം. അപ്പോൾ നമ്മുടെ ആവറേജ് സ്റ്റോക്ക് പ്ലസ് ഹാഫ് ഓഫ് ദി ഡിഫറൻസ്, ആവറേജ് സ്റ്റോക്കിൻ്റെ കൂടെ ഹാഫ് ഓഫ് ദി ഡിഫറൻസും കൂടെ കൂട്ടിയാൽ നമുക്ക് എന്തായി? ക്ലോസിംഗ് സ്റ്റോക്ക് ആയി അല്ലേ? ക്ലോസിംഗ് സ്റ്റോക്ക് ആയി. അപ്പോൾ ആവറേജ് സ്റ്റോക്ക് എത്രയാണ് നമുക്കുള്ളത്? 32,000 പ്ലസ് നമ്മുടെ, അതായത് ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് പ്ലസ് ആവറേജ് സ്റ്റോക്ക്, അതായത് ആവറേജ് സ്റ്റോക്കിൻ്റെ കൂടെ ഹാഫ് ഓഫ് ദി ഡിഫറൻസ് ആഡ് ചെയ്യാനുള്ള കാരണം ഡിഫറൻസ് എത്രയാണ്? നമ്മളോട് പറയുന്നുണ്ട് 2 സ്റ്റോക്കും തമ്മിലുള്ള ഡിഫറൻസ് 5,000 രൂപയാണ്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്കിനെ കഴിഞ്ഞും 5,000 രൂപ കൂടുതലാണ് ക്ലോസിംഗ് സ്റ്റോക്ക്. അതായത് ഓപ്പണിംഗ് സ്റ്റോക്ക് 10,000 ആണെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയായിരിക്കും? 15,000 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഹാഫ് ആഡ് ചെയ്യാനുള്ള കാരണം ആവറേജ് സ്റ്റോക്കിൻ്റെ കൂടെ, ഇത് ആവറേജ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഹാഫാണ് അല്ലേ? എന്തിൻ്റെയോ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഹാഫ് ഓഫ് ദി ഡിഫറൻസും അതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അതായത് 32,000 ആണ് ആവറേജ് സ്റ്റോക്ക് പ്ലസ് 5,000 ഡിവൈഡഡ് ബൈ 2 ഹാഫ് എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 2,500 അവിടെ കിട്ടുമ്പം 34,500. ക്ലിയർ ആയില്ലേ? അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് ഈസ് ഈക്വൽ ടു ആവറേജ് സ്റ്റോക്ക് ബൈ പ്ലസ് ഹാഫ് ഓഫ് ദി ഡിഫറൻസ്. ഈ ഡിഫറൻസ് തന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ ഈ ആവറേജ് സ്റ്റോക്ക് തന്നെ ക്ലോസിംഗ് സ്റ്റോക്കായിട്ട് എടുക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് തന്നിട്ടുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഹാഫ് നമ്മൾ ആവറേജ് കിട്ടാൻ എന്താണ്? by 2 ചെയ്താൽ മതി അല്ലേ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ 1/2 ഡിഫറൻസിൻ്റെ 1/2 എടുത്തിട്ടുള്ളത്. ദെൻ ഇനി നമുക്ക് തന്നിട്ടുള്ളത് ക്വസ്റ്റ്യന് ക്വിക്ക് റേഷ്യോ ആണ്. ക്വിക്ക് റേഷ്യോ 0.75 നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ നമുക്ക് ക്വിക്ക് റേഷ്യോയുടെ 7 പോയിൻറ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ 0.75 ഈസ് ഈക്വൽ ടു ക്വിക്ക് അസറ്റ് മൈനസ് ഡിവൈഡഡ് ബൈ ക്വിക്ക് കറണ്ട് ലയബിലിറ്റിയാണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ക്വിക്ക് റേഷ്യോ എന്ന് പറയുന്നത്. ക്വിക്ക് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ക്വിക്ക് അസറ്റ്. അപ്പോൾ ക്വിക്ക് അസറ്റ് ഈസ് ഈക്വൽ ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് ലയബിലിറ്റി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 60,000 ആണ്. അപ്പോൾ 60,000 ലെസ് ചെയ്യുമ്പം നമുക്ക് ഡിവൈഡ് ചെയ്യാൻ കിട്ടും. അപ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണേ. ക്വിക്ക് അസറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും? 60,000 ഇൻറ്റു 0.75 45,000 കിട്ടും. ഓക്കെ. ദെൻ കറണ്ട് അസറ്റിന് നമുക്ക് വേണം അല്ലേ? കറണ്ട് അസറ്റ് ആവശ്യമാണ്. കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് ഏതാണ്? ക്വിക്ക് അസറ്റ് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക്. ദാറ്റ് മീൻസ് സ്റ്റോക്കാണ് നമ്മൾ ചെയ്യുന്നത്. ഹിയർ നമുക്ക് ഏതാണ് അറിയാവുന്നത്? ക്ലോസിംഗ് സ്റ്റോക്കാണ് നമുക്ക് അറിയാവുന്നത്. അപ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? 34,000. അപ്പോൾ കറണ്ട് അസറ്റ് എത്രയാണ്? ഇവിടെ നമുക്ക് അഡ്വാൻസ് അല്ലെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? ക്ലോസിംഗ് സ്റ്റോക്ക് ഇങ്ങനെ എടുത്തിട്ടുള്ളത്. അപ്പം 45,000 പ്ലസ് 34,500 ക്വിക്ക് അസറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. 45,000 പ്ലസ് 34,500. അപ്പോൾ
79,500 നമുക്ക് കറണ്ട് അസറ്റായിട്ട് കിട്ടിയിട്ട് ഉള്ളത്. അപ്പോൾ നമ്മളോട് ക്വസ്റ്റ്യനിൽ എന്തായിരുന്നു ചോദിച്ചിട്ടുള്ള കറണ്ട് അസറ്റ്. അപ്പോൾ ക്ലിയർ ആയില്ല കറണ്ട് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് എങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഓർത്തിരിക്കുക, സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടില്ലെങ്കിൽ ക്ലോസിങ് സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്കിപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ലായിരുന്നോ, സ്റ്റോക്കൊന്നും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ക്ലോസിങ് സ്റ്റോക്കാണ് തന്നിട്ടില്ലെങ്കിൽ അതെന്തായാലും അതിൻ്റെ ആവറേജ് അതായിരിക്കും നമ്മൾ സ്റ്റോക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്, ഓപ്പണിംഗ് സ്റ്റോക്കൊന്നും തന്നിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇവിടെ നമുക്ക് ആവറേജ് സ്റ്റോക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, അതിൻ്റെ കൂടെ എന്തോടെ ചെയ്താൽ മതി. നമുക്കിപ്പോൾ ആവറേജ് സ്റ്റോക്കിന് നമുക്കിവിടെ ആകെ അറിയാവുന്ന എന്താണ് ആവറേജ് സ്റ്റോക്കിന്, അതിനെ നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുകയാണ്, ക്ലോസിങ് സ്റ്റോക്കായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അപ്പം ക്ലോസിങ് സ്റ്റോക്കിൽ എന്ത് അധികമുണ്ട്, 5,000 രൂപ ഓപ്പണിംഗ് സ്റ്റോക്കിനെ കഴിഞ്ഞും 5,000 രൂപ അധികമുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ ഇത് ആവറേജ് ആണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെയും ആവറേജ് ആണ് എടുക്കുന്നത്. അതായത് ആവറേജ് എന്ന് പറഞ്ഞാൽ by 2 ചെയ്യുക. അതുകൊണ്ടാണ് 34,500 വന്നിട്ടുള്ളത്. ക്ലിയർ ആയില്ലേ? ബാക്കിയൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഇതാണ് ഇല്ലസ്ട്രേഷൻ 9. ഇനി നമുക്ക് ഇല്ലസ്ട്രേഷൻ 10 നോക്കാം. ഇനി നമ്മുടെ ഇല്ലസ്ട്രേഷൻ 10 ആണ്. ഇല്ലസ്ട്രേഷൻ 10ൽ ഞാൻ നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, അതുപോലെ ലിക്വിഡ് റേഷ്യോ, ഫിക്സഡ് അസറ്റ് ടു കറണ്ട് അസറ്റ്, ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ, ദെൻ സെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നമുക്ക് തന്നിരിക്കുന്ന ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ ഉണ്ട്, റിസർവ് ഉണ്ട്, അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, ദെൻ നോൺ കറണ്ട് ലയബിലിറ്റി ഉണ്ട്, സെക്യൂർഡ് ലോണാണ് തന്നിട്ടുള്ളത്, കറണ്ട് ലയബിലിറ്റീസ് അണ്ടർ ക്രെഡിറ്റേഴ്സും പ്രൊവിഷൻ ഫോർ ടാക്സും തന്നിട്ടുണ്ട്. ദെൻ നോൺ കറണ്ട് അസറ്റ് ഉണ്ട്, ഗുഡ് വില്ല്, അതായത് ഫിക്സഡ് അസറ്റിൻ്റെ കോസ്റ്റ്യൂം. നമ്മൾ ഈ ക്വസ്റ്റ്യനെ ഗുഡ് വില്ല് കൺസിഡർ ചെയ്യേ വേണ്ട, ഇറ്റ്സ് അവോയ്ഡ് ചെയ്താൽ മതി, ആവശ്യമില്ല. ദെൻ സ്റ്റോക്ക്, സൺഡ്രി ഡെപ്റ്റേഴ്സ്, അഡ്വാൻസ്, ക്യാഷ്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡെപ്റ്റ് ടേൺ ഓവർ റേഷ്യോ ആണ് അല്ലേ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ ലോങ് ടേം ഡെപ്റ്റ് ഡിവൈഡഡ് ബൈ ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് അല്ലേ, ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. അപ്പോൾ ലോങ് ടേം ഡെപ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്, ലോങ് ടേം ഡെപ്റ്റ് ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ ആകെ നമുക്ക് ഏത് മാത്രമേ ഉള്ളൂ, ഈ ഒരു സെക്യൂർഡ് ലോൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ 80,000 ഡിവൈഡഡ് ബൈ 1,50,000 ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട്. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ചേരും, നമ്മുടെ ഇക്വിറ്റി, ഷെയർ ക്യാപിറ്റൽ, റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഇതൊക്കെ ആർക്കുള്ളതാണ്, നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് ഉള്ളതാണ്. അപ്പോൾ 1,50,000 അപ്പോൾ നമുക്ക് കിട്ടും. ഷെയർ ഹോൾഡേഴ്സ് ഫണ്ട് എന്ന് പറയുന്നത് 1,50,000 ആണ്. അപ്പോൾ നമുക്ക് കിട്ടി. അപ്പോൾ നമ്മുടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ കിട്ടി. അടുത്ത് നമ്മളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള ലിക്വിഡ് റേഷ്യോ ആണ്. ഓക്കെ, ലിക്വിഡ് റേഷ്യോൻ്റെ ഇക്വേഷൻ ലിക്വിഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ ലിക്വിഡ് അസറ്റ് നമുക്ക് ആവശ്യമാണ്. ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നമുക്ക് ഏതൊക്കെ, ലിക്വിഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് അസറ്റിൽ നിന്ന് ഒന്നെങ്കിൽ എന്ത് ലെസ് ചെയ്യുക, സ്റ്റോക്കും പ്രീപെയ്ഡ് ഉണ്ടെങ്കിൽ, അഡ്വാൻസ് പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ലെസ് ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, അഡ്വാൻസ് ഇവിടെ നമുക്ക് സ്റ്റോക്ക് ഉണ്ട്, സൺഡ്രി ഡെപ്റ്റേഴ്സിൻ്റെ, അഡ്വാൻസസ് ഉണ്ട്, ക്യാഷ് ഉണ്ട്. അപ്പോൾ നമുക്കിവിടെ ലിക്വിഡ് അസറ്റ് അപ്പോൾ ലിക്വിഡ് അസറ്റ് ഈസ് ഈക്വൽ ടു ക്യാഷ് പ്ലസ് ഡെപ്റ്റേഴ്സ്. അതായത് ഇത് അഡ്വാൻസ് ഞാനിവിടെ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയിട്ട്, മുൻകൂട്ടി കൊടുത്ത ഒരു എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം, നിങ്ങൾ അഡ്വാൻസും കൂടെ ആഡ് ചെയ്തു. അപ്പോൾ അഡ്വാൻസും കൂടെ ആഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 70,000 വരും. അപ്പോൾ 70,000. അപ്പോൾ ഇവിടെ ഒരു സെക്കൻഡ് നോക്കുക, നിങ്ങളുടെ ലിക്വിഡ് അസറ്റാണ് നമ്മൾ കാൽക്കുലേറ്റ്, ക്യാഷ് പ്ലസ് ഡെപ്റ്റേഴ്സ് പ്ലസ് അഡ്വാൻസസ്. അത് നിങ്ങൾക്ക് ലിക്വിഡ് അസറ്റ് നമ്മൾ എങ്ങനെയാണ്, ക്യാഷും ഡെപ്റ്റ് ഏതൊക്കെയാണ്, കറണ്ട് അസറ്റിൽ നിന്ന് സ്റ്റോക്കും പ്രീപെയ്ഡ് എക്സ്പെൻസും മാറ്റി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തായി, നമ്മുടെ ലിക്വിഡ് അസറ്റ് ആയി അല്ലേ, ലിക്വിഡ് അസറ്റ് ആയി അല്ലേ. അപ്പോൾ ലിക്വിഡ് അസറ്റാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ആ ലിക്വിഡ് അസറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം,
ഈ അഡ്വാൻസ് വേണമെങ്കിൽ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയിട്ട് വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. നിങ്ങൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തുമാത്രം 30,000 പ്ലസ് 30,000 60,000 ആയിരിക്കും ഇവിടെ വരുന്നത്. അഡ്വാൻസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയിട്ട് നമ്മൾ പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്കിത് വരും. പ്രീപെയ്ഡ് എക്സ്പെൻസ് കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് 60,000 30,000 പ്ലസ് ഡെപ്റ്റേഴ്സും ക്യാഷും മാത്രമാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു കമൻറ്റ് എഴുതാം, അഡ്വാൻസ് ഇറ്റ്സ് കൺസിഡേർഡ് ആസ് എ പ്രീപെയ്ഡ് എക്സ്പെൻസ് എന്ന് വേണമെങ്കിൽ എഴുതാം. ദെൻ അപ്പോൾ നമ്മൾ ഇക്വേഷനിൽ പുട്ട് ചെയ്യണം. ദെൻ കറണ്ട് ലൈബിലിറ്റി വേണം. കറണ്ട് ലൈബിലിറ്റി എന്ന് പറഞ്ഞാൽ 50,000 പ്ലസ് 20,000 അല്ലേ. കറണ്ട് ലൈബിലിറ്റി നമുക്ക് തന്നിട്ടുണ്ട്. സൺട്രി ക്രെഡിറ്റേഴ്സും ടാക്സും രണ്ടുമാണ് നമുക്ക് കറണ്ട് ലൈബിലിറ്റി ഉള്ളത്. അപ്പോൾ നമുക്ക് എത്ര വരും? 70,000. അപ്പോൾ 70,000 ഡിവൈഡഡ് ബൈ 70,000 ഈക്വൽ ടു 1 എന്ന് വരും. ഇനി നിങ്ങളിത് പ്രീപെയ്ഡ് എക്സ്പെൻസ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ള അഡ്വാൻസ് എടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് 30,000 പ്ലസ് 30,000 ആക്കിക്കൊണ്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 60,000 ഡിവൈഡഡ് ബൈ 70,000 ആയിരിക്കും വരുന്നത്. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഫിക്സഡ് അസറ്റ് ടു കറണ്ട് അസറ്റ്. ഫിക്സഡ് അസറ്റ് ടു കറണ്ട് അസറ്റ് എന്ന് പറയുമ്പോൾ ഫിക്സഡ് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് അസറ്റ് ആണ്. ഇത് നമ്മളൊരു ക്വസ്റ്റ്യനിൽ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് എത്രയാണ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. കറണ്ട് അസറ്റ് നമുക്ക് മൊത്തത്തിൽ 30,000 പ്ലസ് 30,000 60,000 പ്ലസ് 30,000 90,000 പ്ലസ് 10,000 അപ്പോൾ 1,00,000 വരും. അപ്പോൾ കറണ്ട് അസറ്റ് എന്ന് പറയുന്നത് 1,00,000 വരുന്നത്. ദെൻ കറണ്ട് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് 1,40,40,000. ഇവിടെ ഒരൊറ്റ ഫിക്സഡ് അസറ്റ് മാത്രമേ ഉള്ളൂ. ഫിക്സഡ് അസറ്റിൻ്റെ കോസ്റ്റ് ആക്കി തന്നിരിക്കും ഒന്നായിട്ട്. ദെൻ ഗുഡ് വില്ല് കൺസിഡർ ചെയ്യേ വേണ്ട. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1,40,40,000 ഡിവൈഡഡ് ബൈ 10,000 ഈസ് ഈക്വൽ ടു. ദെൻ ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ. ഫിക്സഡ് അസറ്റ് ടേൺ ഓവർ റേഷ്യോ ആണ് അടുത്തത് കാൽക്കുലേറ്റ് ചെയ്യുക. നെറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ നെറ്റ് ഫിക്സഡ് അസറ്റ്. നെറ്റ് സെയിൽസ് എന്ന് പറയുന്നത് തന്നിട്ടുണ്ട് 5,60,60,000. ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത് 1,40,40,000. അപ്പോൾ 4 ടൈംസ് കിട്ടും. ഓക്കെ, വളരെ സിമ്പിളാണ്. അപ്പോൾ ചെയ്യുക എല്ലാവരും. ഇനി ഞാൻ നിങ്ങൾക്ക് മുന്നേ തന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അത് നിങ്ങൾ കംപ്ലീറ്റ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ജസ്റ്റ് ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. ഹിയർ എക്സ്പെൻഡിച്ചറും നമുക്ക് ഇൻകവുമായിരുന്നു തന്നിട്ടുള്ളത്. കോസ്റ്റ് ഓഫ് സെയിൽസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ഗുഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആയിട്ടാണ് കാണുക. അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ്, സെല്ലിംഗ് എക്സ്പെൻസ്, ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എക്സ്പെൻസ്, ഇതൊക്കെ എന്താണ്? നമ്മുടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റ്, ഇതെന്താണ്? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ് അല്ലേ. ഓർമ്മയുണ്ടോ? സൈഡിൽ എഴുതി വെക്കാനൊക്കെ പറഞ്ഞാൽ പ്രിലിമിനറി എക്സ്പെൻസ്, ഇത് റിട്ടൺ ഓഫ്, അത് എന്താണ്? നമ്മുടെ നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഓർമ്മയുണ്ടോ? ടാക്സ്, ലോസ് ഓൺ സെയിൽ ഓഫ് ഫിക്സഡ് അസറ്റ്, പ്രിലിമിനറി എക്സ്പെൻസ്, ഇതൊക്കെ എന്താണ്? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക? അവോയ്ഡ് ചെയ്യുക. ദെൻ നെറ്റ് പ്രോഫിറ്റ്, ഇത് നെറ്റ് പ്രോഫിറ്റ് ആട്ടോ. നിങ്ങൾ നെറ്റ് പ്രോഫിറ്റ് ആണ് തന്നിട്ട് ഉള്ളത്. ദെൻ നെറ്റ് സെയിൽസ് നമുക്ക് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് എ ഇൻവെസ്റ്റ്മെൻറ്റ്, ഇതെന്ന് പറയുന്ന നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. പ്രോഫിറ്റ് ഓൺ സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു പ്രോഫിറ്റ്. ഓക്കെ, നമ്മൾ ഇവിടെ ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഗ്രോസ് പ്രോഫിറ്റ് റേഷ്യോ ഇസിക്കൽ ഗ്രോസ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് ഇൻറ്റു 100. ഗ്രോസ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് നെറ്റ് സെയിൽസ്, അതായത് ക്വസ്റ്റിനിൽ നെറ്റ് സെയിൽസ് തന്നിട്ടുണ്ട് 6,00,000 മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പം ഡയറക്റ്റ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1,44,000 കിട്ടും. അപ്പം നമ്മൾ ഇക്വേഷനെ പുട്ട് ചെയ്യുക. ദെൻ ഇൻറ്റു 100 ചെയ്യുക. നിങ്ങൾ കാൽക്കുലേഷനൊക്കെ നോക്കുക. ചിലപ്പോൾ കാൽക്കുലേഷൻ തെറ്റുണ്ടോയെന്നൊരു കറക്റ്റാണ്. ഇനി ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോയെന്നറിയില്ല. ബട്ട് മെത്തേഡൊക്കെ കറക്റ്റാണ്. കാൽക്കുലേഷൻ ജസ്റ്റ് എല്ലാവരും കാൽക്കുലേറ്ററിൽ നിന്ന് നോക്കുക കേട്ടോ. ദെൻ ഓപ്പറേറ്റിംഗ് റേഷ്യോ ആണ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് പ്ലസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്. അപ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസിൽ ഏതൊക്കെ ഒരു അഡ്മിനിസ്ട്രേഷൻ, സെല്ലിങ്, ഡിസ്ട്രിബ്യൂഷൻ, ഇതൊക്കെയാണ് ഓപ്പറേറ്റിംഗ്. ലോസ് ഓൺ സെയിൽ ഓഫ് അസറ്റും പ്രിലിമിനറി എക്സ്പെൻസ് എന്താണ്? നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഇവിടെ എഴുതി വെക്കുക കേട്ടോ. നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്ന് പെൻസിൽ വെച്ചിട്ട് നോൺ ഓപ്പറേറ്റിംഗ്. അപ്പോൾ നമുക്കിത് ആഡ് ഇതിൽ ചെയ്ത് കഴിയുമ്പം 4,92,000 ഡിവൈഡഡ് ബൈ 6,00,000 ഇൻറ്റു നമുക്ക് 82 ആണ് ആൻസർ കിട്ടുന്നത്. നിങ്ങളൊന്ന് കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കുക കേട്ടോ.
ഇവിടെ വരെ. ദെൻ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് റേഷ്യോ ആകുമ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക, ഇക്വേഷൻ എങ്ങനെയാണ്, നെറ്റ് സെയിൽസ് മൈനസ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് അല്ലേ. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് വേറെ ഇക്വേഷൻ ഉണ്ട്, ഗ്രോസ് പ്രോഫിറ്റ് നിന്ന് ലെസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം അല്ലേ. ഗ്രോസ് പ്രോഫിറ്റ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ് പ്ലസ് നോൺ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, ഇൻട്രസ്റ്റ്, ലോങ് ടേം ലോൺസ് ആൻഡ് ഡിബെഞ്ചർ മൈനസ് നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ചെയ്തിട്ടും ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ എളുപ്പമുണ്ട് ഏതാണ്, നെറ്റ് സെയിൽസ് മൈനസ് ഏതാണ് 4,60,000 കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് മൈനസ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 36,000 ആണ് വരുന്നത്. അപ്പോൾ 36,000 ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ, മൂന്നാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ്, മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ 10 ലെസ് ചെയ്യുമ്പം 1,08,000 ആണ് കിട്ടുന്നത്. 1,08,000 ഡിവൈഡഡ് ബൈ 6 lakh, ദെൻ നമുക്ക് കിട്ടുന്നത് 18 ആണ്. ദെൻ നമ്മളോട് ഒരാളിനോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ, നെറ്റ് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ്. നെറ്റ് പ്രോഫിറ്റ് ക്വസ്റ്റിന് ഡയറക്റ്റ് തന്നിട്ടുണ്ട് അല്ലേ, നമ്മുടെ ക്വസ്റ്റിന് ഡയറക്റ്റ് ഉണ്ട്, ഡിവൈഡഡ് ബൈ നെറ്റ് സെയിൽസ് 18.5 ആണ് വരുന്നത് നെറ്റ് പ്രോഫിറ്റ് റേഷ്യോ. അപ്പോൾ ഞാൻ ഈ 3 പ്രോബ്ലം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. എല്ലാവരും നോട്ട്ബുക്കിലോട്ട് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ.